തോൾ കൊണ്ട് സ്റ്റമ്പ് തെറിപ്പിക്കാമോ? എനിക്ക് 2 ദിവസങ്ങളിലായി ഏറ്റവും അധികം ആളുകൾ അയക്കുന്ന ഒരു വീഡിയോ ആണിത്. ഉള്ളൂർ ക്രിക്കറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഇവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഫീൽഡർ അയാളുടെ കൈ കൊണ്ട് ബോൾ പിടിച്ച ശേഷം ആ തോൾ കൊണ്ട് സ്റ്റമ്പ് തെറിപ്പിക്കുകയാണെങ്കിൽ അത് നിയമപരമായി സാധുതയുള്ള ഒരു കാര്യമാണ് എന്നാണ്. ഇവർ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? ഇതിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു ഫീൽഡർക്ക് വിക്കറ്റ് തെറിപ്പിക്കാനുള്ള രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഒരു ഫീൽഡർ വിക്കറ്റ് തെറിപ്പിക്കുന്ന സിനാരിയോകളാണ് പറയുന്നത്. ബോൾ കൊണ്ട് വിക്കറ്റ് തെറിപ്പിക്കാം. അത് ബോൾ കൈ കൊണ്ടെടുത്ത് സ്റ്റമ്പിലേക്ക് എറിഞ്ഞുകൊണ്ടോ ബോൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ടോ, ഇനി അഥവാ ബോൾ ദേഹത്ത് തട്ടി സ്റ്റമ്പിലേക്ക് വീണോ, അങ്ങനെ എങ്ങനെയും ആവാം. മറ്റൊന്ന്, ബോൾ കയ്യിൽ പിടിച്ചുകൊണ്ട്, അതായത് കൈപ്പത്തിക്കുള്ളിൽ ബോൾ പിടിച്ചുകൊണ്ട് ആ ബോൾ കൊണ്ട് സ്റ്റമ്പിൽ തട്ടിക്കൊണ്ട് വിക്കറ്റ് തെറിപ്പിക്കാം. മറ്റൊന്ന്, ബോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് കൈപ്പത്തിയുടെ ഏതെങ്കിലും ഭാഗം കൊണ്ട് വിക്കറ്റ് തെറിപ്പിക്കാം. മറ്റൊന്ന്, ബോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് കൈമുട്ടോ അതിന് താഴെയുള്ള ഏതെങ്കിലും ഭാഗം കൊണ്ട് വിക്കറ്റ് തെറിപ്പിക്കാം. മറ്റൊന്ന്, ബോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കൈയുടെ തോൾ ഭാഗം കൊണ്ട് വിക്കറ്റ് തെറിപ്പിക്കാം. ഇവയെല്ലാം ക്രിക്കറ്റ് നിയമം അനുസരിച്ച് വിക്കറ്റ് തെറിപ്പിക്കാനുള്ള നിയമാനുസൃതമായ മാർഗ്ഗങ്ങളാണ്. ക്രിക്കറ്റ് നിയമം അനുസരിച്ച് ഒരു ഫീൽഡറുടെ കൈയിലോ കൈകളിലോ ബോൾ ഉണ്ടെങ്കിൽ ആ കൈയുടെ ഏത് ഭാഗം ഉപയോഗിച്ചും വിക്കറ്റ് തെറിപ്പിക്കുന്നത് നിയമപ്രകാരം സാധ്യമാണ്. നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആം എന്നാണ്. പാം, ഫോറാം, എൽബോ, ഷോൾഡർ എന്നിങ്ങനെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പരാമർശിക്കുന്നില്ല. അതായത് പന്ത് ആ കൈയിൽ പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ കൈയുടെ ഏത് ഭാഗം കൊണ്ടും വിക്കറ്റ് തെറിപ്പിക്കുന്നത് നിയമപരമായി ശരിയാണ്. ഇവിടെ ആം എന്ന് പറയുന്നത് ഷോൾഡർ മുതൽ താഴേക്കുള്ള ഏത് ഭാഗവും ആവാം. അതുകൊണ്ട് തന്നെ ബോൾ ആ കൈയിൽ പിടിച്ചിരിക്കുമ്പോൾ തോൾ കൊണ്ട് വിക്കറ്റ് തെറിപ്പിക്കുന്നത് നിയമപ്രകാരം പൂർണ്ണമായും അനുവദനീയമായ കാര്യവുമാണ്. ഈ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. മുൻപ് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. ഈ മെസ്സേജ് അയച്ചവർക്ക് റിപ്ലൈ ആയി വീഡിയോ അയച്ചു കൊടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഫുട്ടേജ് ഉപയോഗിച്ചിരുന്നതിനാൽ ഈ വീഡിയോ ഞാൻ മുൻപ് ഡിലീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ AI ഫുട്ടേജ് ഒക്കെ ഉൾപ്പെടുത്തി ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു.